ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന, ബെനഡിക്റ്റ് പ്രയർ. ഇന്ന് ഈ പ്രഭാതം മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പനും അമ്മയും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും മറന്നു പോകുന്ന മാതാപിതാക്കളെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ശുശ്രൂഷ. രാവിലെയും രാത്രിയിലും വചനത്തിലൂടെ നമ്മൾ മക്കളെ അനുഗ്രഹിക്കുന്നു. ഉൽപ്പത്തി മുതൽ നമ്മൾ വെളിപാട് വരെ അനുഗ്രഹത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ഈ പ്രഭാതം നമ്മുടെ മക്കളുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായം 9 വചനം, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, രോഗപീഠകൾ മക്കളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ചെറിയ ചെറിയ രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. മക്കൾ വിദേശത്താവാം, ഇല്ല ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓടിയെത്താൻ പറ്റുന്ന ദൂരെയായിരിക്കില്ല മക്കൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ മാതാപിതാക്കളെ നമുക്കും ആകെ ടെൻഷനാണ്, മക്കൾക്കും ആകെ പഠിക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം, ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും, ഒന്ന് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കളുടെ ജീവിതത്തിൽ ആരോഗ്യം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവരൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ അനുഗ്രഹിച്ച് വിടണം. എല്ലാ ദിവസവും നമ്മൾ അനുഗ്രഹിക്കണം. മക്കളുടെ ആരോഗ്യ മേഖല അപ്പനായ അമ്മയായി ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കട്ടെ, കൃപയിൽ ജീവിക്കട്ടെ. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ മക്കളിലേക്ക് ആ കൃപയൊഴുകും, സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകും. ഇനി ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടും. ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ മക്കളെ ഓർത്ത് ഏതെങ്കിലും ജീവിത ദുഃഖത്തിൽ, പ്രത്യേകിച്ച് ശാരീരികമായ ബുദ്ധിമുട്ടിൽ വേദന അനുഭവിക്കുന്ന നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമുക്ക് ഈ വചനത്തിൻ്റെ ശക്തിയെ പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായം 9 വചനം പറയുന്നത് പോലെ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. കർത്താവ് സൗഖ്യമായി കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ മക്കളുടെ ജീവിതം കൃപയായി നിറയട്ടെ. അങ്ങനെ ആരോഗ്യപൂർണ്ണമായ ജീവിതം നയിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ മക്കൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, രോഗാവസ്ഥയിലും ഉണർന്ന് പ്രാർത്ഥിക്കുവാനുള്ള സന്നദ്ധതയും ഊർജ്ജവും ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. രോഗവേളകളിലും കർത്താവ് എപ്പോഴും പ്രാർത്ഥിക്കുവാനും അങ്ങയെ തിരസ്കരിക്കാതെ, അങ്ങയുടെ മുഖം തിരിക്കാതെ എപ്പോഴും പ്രാർത്ഥിച്ച് ദൈവമേ മഹത്വപ്പെടുത്തി സൗഖ്യം നേടുവാനുള്ള ശക്തി ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അലട്ടുന്ന എല്ലാ രോഗപീഠകളെയും സമർപ്പിക്കുന്നു. സൗഖ്യമായി ഈശോയെ കടന്നു വരികയും ഞങ്ങളുടെ മക്കളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് നല്ല സന്തോഷപൂർണ്ണമായി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കണമേ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.